Hi friends, welcome to Deepthi's World of Cooking. ഇന്നത്തെ റെസിപ്പി ഒരു പനീർ ബ്രെഡ് റോൾ ആണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇതിൽ പനീറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് പനീർ ബ്രെഡ് റോളിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് റോളിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ കുറച്ച് ചതച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് ക്യാരറ്റ് എടുത്താൽ മതി. പിന്നെ ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു ലെമൺ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പനീർ ബ്രെഡ് റോളിനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത ബ്രെഡാണിത്. പിന്നെ കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് വച്ച് നന്നായി പരത്തിയെടുക്കാം. ബ്രെഡ് നന്നായി പരത്തിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് ചേർത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയത് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഫില്ലിംഗ് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ പരത്തി ഫില്ലിംഗ് നിറച്ച് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് റോൾ ഫ്രൈ ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ഓരോ ബ്രെഡ് റോൾസുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരു സൈഡ് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇന്നത്തെ റെസിപ്പി വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്